പേരുകൾ പറയും. ആ പേരുകൾ പറഞ്ഞ ഉടനെ ചിത്രാമ്മയുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് വെച്ചാൽ വാട്ട് എവർ റിയാക്ഷൻ. ഇപ്പോൾ ഒരു ഫ്ലവർ എന്ന് പറയുമ്പോൾ ഫ്ലവറിനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറയില്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്ലവറാണ്, ഈ സ്മെൽ ഐ ഡോണ്ട് ലൈക്ക്, ദാറ്റ് കൈൻഡ് ഓഫ് തിങ്. ഒരു പേര്, ചിലരുടെ പേര് പറയുമ്പോൾ ഉടനെ വരുന്നത് എന്താണെന്ന് പറയും. അയ്യോ ഭഗവാനെ. യേശുദാസ്. ദാസേട്ടൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഞാൻ പറയാം എല്ലാ പാട്ടുകാർക്കും ഒരു മാതൃകയാണ്. ശരിക്കും വോയിസിന് വേണ്ടി ഇത്രയും സ്വന്തം ശബ്ദത്തിന് വേണ്ടിയും സംഗീതത്തിന് വേണ്ടിയും ഇത്രയധികം ഒരുപാട് ത്യാഗങ്ങൾ ചെയ്യുന്ന ഒരാൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയാം. പുള്ളിക്ക് അങ്ങനെ, അദ്ദേഹത്തിന് അങ്ങനെ ഒരുപാട് സ്വന്തം നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകുക അങ്ങനത്തെ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എപ്പോൾ ചെന്നാലും എന്തെങ്കിലും കീർത്തനങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. പിന്നെ എന്താ പറയണ്ട, ഒരുപാട് ആഹാര സാധനങ്ങൾ തന്നെ എന്നും ഒരേ സാധനം തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തെങ്കിലും ഒന്ന് മാറ്റി കഴിക്കാനൊന്നും നോക്കാറില്ല. അത്രയും ഒരു അവനവൻ്റെ ഇതിന് ദൈവം തന്ന ആ ഒരു ഇത് നല്ലോണം നോക്കണം എന്നുള്ളൊരു എഫേർട്ട് ദാസേട്ടൻ ഒരുപാട് എടുക്കുന്നുണ്ട്. അത് നമ്മളെ വളർന്നു വരുന്ന എല്ലാ പാട്ടുകാർക്കും അദ്ദേഹം ഒരു മാതൃകയാണ് ശരിക്കും. ലതാജി ലെജൻഡ്. എന്താ പറയുക, ലതാജിയുടെ പാട്ടുകൾ എന്ന് പറയുമ്പോൾ ഞാൻ ലതാജിയെ മീറ്റ് ചെയ്തിട്ടുണ്ട് 2 തവണ. പക്ഷേ ലതാജി ഹിന്ദി മാത്രമേ പറയുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഒരുപാട് അങ്ങോട്ട് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് ഒരുമിച്ച് നിന്ന്. ലതാജിയുടെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു എനിക്ക് എപ്പോഴും കൂടുതൽ തോന്നിയിട്ടുള്ള ഒരുപാട് ഡിവോഷൻ ഉണ്ട് ആ ശബ്ദത്തിൽ തന്നെ. ഒരുപാട് ഒരു ലിൽറ്റിംഗ് വോയിസ്. അതെ അതെ, എന്തോ നമുക്കൊരു ഒരു ഭക്തി അങ്ങനെ തോന്നും ലതാജിയുടെ പാട്ടുകൾ കേൾക്കുമ്പോൾ. ശരിക്കും ഒരു ഈ ഒരു വയസ്സ് അമ്മയുടെ വോയിസിന് എഫക്ട് ചെയ്തിട്ടില്ല തോന്നിപ്പോവല്ലേ. ആശാജി എന്ന് പറഞ്ഞാൽ ആശാജിക്ക് എന്ത് ടൈപ്പ് കൊടുത്താലും ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. പിന്നെ വോയിസിൽ ഇപ്പോഴും ആ ഒരു 16 വയസ്സുകാരിയുടെ കൊഞ്ചൽ ഇപ്പോഴും ആ വോയിസിലുണ്ട്. അത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റണമെന്നുള്ളത് അറിയില്ല. ഇളയരാജ. രാജാ സാറിന് ശരിക്കും ഞാൻ പറഞ്ഞ എൻ്റെ കരിയറിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരാളാണ്. രാജാ സാറിന് പാടിയ ശേഷമാണ് ഞാൻ ശരിക്കും തമിഴിലും മറ്റുള്ള എല്ലാ ലാംഗ്വേജസും പാടി തുടങ്ങിയത്. അപ്പം ആദ്യം ശരിക്കും ഫാസിൽ സാർ ഇങ്ങനെ രാജാ സാറിനെ മദ്രാസ് വരുമ്പോൾ പോയി കാണണം എന്നു എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ ആദ്യം എന്നെ കളിയാക്കുക എന്നാണ് വിചാരിച്ചത്. ഞാൻ എൻ്റെ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല രാജാ സാറിനെ കാണാൻ പറ്റുന്നും അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് പാടാൻ പറ്റുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ മലയാളത്തിൽ മാത്രം പാടുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ മദ്രാസിൽ വന്ന രാജാ സാറിന് പാടിയൊക്കെ കഴിഞ്ഞ ശേഷമാണ് എൻ്റെ കരിയർ തന്നെ ശരിക്കും മാറിയതെന്ന് പറയുന്നുണ്ട്. ഞാൻ എന്നെന്നും കടപ്പെട്ടിരിക്കുന്നു രാജാ സാറിനോട്. പിന്നെ എനിക്ക് ഒരുപാട് നല്ല പാട്ടുകളും എന്താ പറയണ്ടേ, ഒരു മെമ്മറബിൾ സോങ്സ് അത് ഇപ്പോഴും. ഇപ്പം ഏതേതോ എണ്ണം വളർത്താൻ, സിന്ധു പരിവേക്ക് എവിടെ പോയാലും ഇപ്പോഴും എൻ്റെ അടുത്ത് ആവശ്യപ്പെടുന്നുണ്ട് പാടാൻ. എ ആർ റഹ്മാന് ഞാൻ പാടിയിട്ടുള്ളത് അധികവും നല്ല പാട്ടുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ കുറച്ചൊരു ഫോക്കായിട്ട് പാടിയെന്ന് പറയാൻ രുക്കുമണി എന്നുള്ള റോജാലത്തെ പാട്ടും പിന്നെ വേറെ 1-2 പാട്ട്, ബാക്കിയെല്ലാം എനിക്ക് മെലഡി മാത്രമേ. കണ്ണാളനെ ഇപ്പോഴും ഞാൻ ഏത് സ്റ്റേജിൽ പോയാലും എൻ്റെ അടുത്ത് പാടാൻ പറയുന്നത്. പിന്നെ റഹ്മാനെ ഞാൻ രാജാ സാറിന് പാടുമ്പോഴേ അവിടെ കീബോർഡ് വായിക്കാൻ വന്ന കൊച്ചു പയ്യനായിട്ട് അപ്പം മുതൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ കുട്ടി ഹിസ് ക്വൈറ്റ് ടാലന്റഡ്? പിന്നെ കീബോർഡ് വായിക്കുന്ന അപ്പോഴേ കേൾക്കുമ്പോഴേ നമുക്കറിയാമല്ലോ. അപ്പോഴൊക്കെ പക്ഷേ റഹ്മാൻ എന്നല്ല, ദിലീപ് എന്നായിരുന്നു പേര്. അപ്പോൾ രാജാ സാർ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ദിലീപ് അങ്ങനെ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോഴേ കുറച്ചൊരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ളൊരു മനുഷ്യനായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരുപാട് സംസാരിച്ചിട്ടും അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഒരു ടാലന്റ്, എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, ആ ടാലന്റ് ഉണ്ട് പുള്ളിക്ക്, ഭയങ്കര വെരി ടാലന്റഡ്. അപ്പോഴേ അറിയായിരുന്നു കൊച്ചിലെ തന്നെ. പിന്നെ അദ്ദേഹത്തിന്റെ അച്ഛൻ ഭയങ്കര മ്യൂസിക് ഡയറക്ടർ ആയിരുന്നില്ല. നൗഷാദ്ജിക്ക് വേണ്ടി ഞാൻ പാടിയിട്ടില്ല, പക്ഷെ കേട്ടിട്ടുണ്ടാവില്ല. ഒരുപാട് പാട്ടുകൾ കേട്ടിട്ടുണ്ട്. എനിക്ക് പാടാൻ ഒരു ഓപ്പർച്യൂണിറ്റി വന്നതാണ്. പക്ഷെ ആ സമയത്ത് ഞാൻ ദാസറിൻ്റെ കൂടെ അമേരിക്കയിൽ പ്രോഗ്രാമിലായിപ്പോയി. അപ്പോൾ എനിക്കത് ക്യാൻസൽ ചെയ്ത് വരാൻ പറ്റാത്തൊരു ധ്വനി എന്ന് പറഞ്ഞ ഫിലിമിൻ്റെ റെക്കോർഡിങ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നതാണ് വരണം എന്ന്. പക്ഷെ അപ്പോൾ ഈ പ്രോഗ്രാം ഞാൻ ഏറ്റുപോയത് കൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല. അങ്ങനെ പാട്ട് മിസ് ചെയ്തു പോയി. MG രാധാകൃഷ്ണൻ. രാധാകൃഷ്ണൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് 5 വയസ്സുള്ളപ്പോൾ എന്നെ ആദ്യമായിട്ട് ARൽ അദ്ദേഹം എന്നെ എടുത്തുകൊണ്ടാണ് പോയിട്ടുള്ളത്. ഒരു 5 വയസ്സ്, ഒരു 2 വയസ്സുള്ള കൃഷ്ണന് വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യം അദ്ദേഹത്തിൻ്റെ മ്യൂസിക്കിൽ റേഡിയോയിൽ പാടുന്നത്. പിന്നെ എൻ്റെ ആദ്യകാലത്തെ ആദ്യത്തെ 5 ഫിലിമും ഞാൻ രാധാകൃഷ്ണൻ ചേട്ടന് വേണ്ടി മാത്രമാണ് പാടിയിരിക്കുന്നത്. ഫാമിലിയായിട്ടും നല്ല അടുപ്പമായിരുന്നു. എൻ്റെ അച്ഛനൊക്കെ അപ്പോഴേ ആദ്യം കാലം മുതലേ രാധാകൃഷ്ണൻ ചേട്ടൻ്റെ അച്ഛനെയും ഒക്കെ അറിയുന്നതാണ്. അപ്പം ഒരു മ്യൂസിക് ഡയറക്ടർ എന്നുള്ളതിനേക്കാൾ ഉപരി ഞാൻ ചേട്ടൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്, രാധാകൃഷ്ണൻ ചേട്ടൻ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. ഓമൻ കുട്ടിച്ചേട്ടനെ ഞാൻ ചേച്ചി എന്നാണ് വിളിക്കുന്നത്. അത്ര ഒരു അടുപ്പമുണ്ട് വീട്ടുകാരുമായിട്ട്.